Hey guys, good morning. ഞാൻ ലാസ്റ്റ് ഡേ മെൻഷൻ ചെയ്ത എൻ്റെ കസിൻ്റെ കല്യാണ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ എരമല്ലൂരുള്ള വീട്ടിലല്ല, ഏട്ടൻ്റെ വീട്ടിലാണ്. കല്യാണ മുഹൂർത്തം 12:15 ടു 12:30 സോ നമുക്ക് മെല്ലെ റെഡി ആവേണ്ടതേ ഉള്ളൂ. ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ് പ്ലാൻ. ഈ ക്ലോക്കിൻ്റെ മാക്സ് 5 മിനിറ്റ് മുന്നോട്ടാണ്. സോ സമയം ഇപ്പോൾ 7:22. നമ്മുടെ ആരും എഴുന്നേറ്റിട്ടുണ്ട്, ആദി സ്റ്റിൽ ഉറക്കത്തിലാണ്. ഇന്നലെ രാത്രിത്തെ ഫംഗ്ഷന്റെ ക്ഷീണം ഇവന്റെ മുഖത്തും ഉണ്ടെന്ന് തോന്നുന്നു. എന്നെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഡ്രീംസ് പ്രോസസ്സ് ചെയ്യാൻ സമയമെടുക്കുന്ന മറ്റ് രണ്ട് വ്യക്തികളാണ് ആദിയും ആരു. ഇപ്പോൾ ഇങ്ങനെ പാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ വീട് തലതിരിച്ച് വെക്കുന്ന മെയിൻ ആളാണ് ഈ ഇരിക്കുന്നത്. മുറ്റത്തെ ചാമ്പമരം പൂത്തതിന്റെ അടയാളമാണ് ഈ നിലത്ത് കിടക്കുന്ന റോസ് കളർ. ആക്ച്വലി ഈ ചാമ്പമരം പൂത്തു നിൽക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് തോന്നുന്നത്. വെക്കേഷൻ കാലത്ത് അമ്മയുടെ വീട്ടിൽ പോകുന്ന ആ ഒരു ഓർമ്മ. എൻ്റെ ഓർമ്മയിലധികവും വേനലവധിക്കാലത്തായിരുന്നു ഇത് പൂത്ത് കണ്ടിരുന്നത്. ഏട്ടൻ്റെ ഫോണിൽ അലാമും കഴിഞ്ഞ് വേറെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ടിവേഷൻ മോഡ് മെല്ലെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഏട്ടത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഞാൻ അത്ര നല്ല കോലത്തിലല്ല എന്നും എന്നെ വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. ആക്ച്വലി തണ്ണിമത്തം വാങ്ങുന്നത് ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. ചിലേത് ശരിയാവും, ചിലേത് ശരിയാവില്ല. എന്തായാലും ഭാഗ്യം ഇത്തവണ നമ്മുടെ കൂടെയായിരുന്നു. അങ്ങനെ സമയം ഏകദേശം 8 മണിയോട് അടുത്തപ്പോൾ ആദി എഴുന്നേറ്റിട്ടുണ്ട്. ചെവിവേദന ആയതുകൊണ്ട് ആരൂന് സ്കൂളിൽ പോണ്ട, എന്നാൽ ആദിക്ക് സ്കൂളിൽ പോകണം. ഇനി കാര്യമായ സമയമില്ല, വേഗം റെഡിയാവട്ടെ. ചേട്ടൻ്റെ ചെറിയൊരു ആരോഗ്യ പ്രശ്നം, ആരൂൻ്റെ ചെവിവേദന, തിങ്കളാഴ്ച ആയതുകൊണ്ട് ആദിക്ക് സ്കൂളിൽ പോകേണ്ട ദിവസം. എല്ലാ ഫാക്ടേഴ്സും കണക്കിലെടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും മാത്രമാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത്. ഇന്നലെ രാത്രിത്തെ ക്ഷീണം കൊണ്ടാണോ സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടാണോ ആദ്യം ഇന്ന് എന്തായാലും സ്കൂൾ ബസ് മിസ്സാക്കിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇവനെ സ്കൂളിലാക്കിയിട്ട് വേണം നമുക്ക് കല്യാണത്തിന് പോവാൻ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം ഏകദേശം 9:35 കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം ആരും പഠിക്കുന്ന സ്കൂൾ ഇതാണ്. ആദ്യം ആരും മാത്രമല്ല, അവൻ്റെ ചാച്ചനും അച്ഛനും ബാക്കി റിലേറ്റീവ്സ് ഒക്കെ പഠിച്ചൊരു സ്കൂൾ ഇത് തന്നെയാണ്. എന്താണെങ്കിലും കറക്റ്റ് സമയത്തിന് തന്നെ ആദിയെ സ്കൂളിൽ എത്തിക്കാൻ പറ്റി. ഇനി നമുക്ക് നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാം. അല്ല, ഓഡിറ്റോറിയത്തിലല്ല, ഡയറക്റ്റ് അമ്മുമ്മയുടെ വീട്ടിൽ പോയി അമ്മയും കുഞ്ഞമ്മയും അമ്മുമ്മയൊക്കെ വിളിച്ചിട്ട് വേണം നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവാൻ. ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് ഇവിടുന്ന് വേണ്ടത്. 9:45 കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ, ഞങ്ങളൊക്കെ റെഡിയായിരിക്കുവാണ്, ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞവർ വീട്ടിലെത്തിയപ്പോഴും റെഡിയായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. ഒരു കല്യാണത്തിന് പോകുമ്പോൾ വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റാത്തത് ഈ വീട്ടിലെന്നല്ല, മിക്ക വീട്ടിലുള്ള കാര്യം തന്നെയാണ്. എനിക്കും അറിയാം ലാസ്റ്റില് പറയും. എനിക്ക് പല ജോലിയുണ്ട്. അതെ, ഇപ്പൊ 5 മിനിറ്റ് 5 മിനിറ്റ് എന്നിട്ട് വണ്ടി കയറിയിട്ട് നീ താമസിച്ചു, ഞാൻ താമസിച്ചു, അതാണ് ഇതാണ് മറ്റേതാണ് എന്നിങ്ങനെ ഒരു കാര്യമില്ലാത്ത കുറേ പരാതികളും. എന്താണെങ്കിലും ചെറുക്കൻ എത്തിയിട്ടാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത്. ഇന്നലെ സംഗീത് നൈറ്റിന് എത്തിയപ്പം ഇത്തിരി ലേറ്റ് ആയി പോയതുകൊണ്ട് കുറച്ച് പേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവരെയൊക്കെ ഇന്നത്തെ ദിവസമാണ് നമ്മൾ കാണുന്നത്. പഴയ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ വന്നതിന് ശേഷം അമ്മയും കുഞ്ഞമ്മയൊക്കെ ഫോട്ടോസിന്റെ മെയിൻ ആൾക്കാരാണ്. ചാഞ്ഞും ഞെരിഞ്ഞും ചെടിയുടെ അടുത്തും പൂക്കളുടെ അടുത്തൊക്കെ പോയി നിന്ന് കുറേ ഫോട്ടോസ് എടുക്കണം. ഞാൻ എന്തായാലും വേഗം കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തിട്ട് വെൽക്കം ഡ്രിങ്ക് മിസ്സാക്കാതെ വേണം അകത്തേക്ക് കയറാൻ. ഓഡിറ്റോറിയത്തിലേക്ക് അച്ഛനും ഉണ്ണിച്ചേട്ടനും ഞങ്ങൾ എത്തുന്നതിന് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അച്ഛൻ. ബാക്കി നിൽക്കുന്നത് സത്യനങ്കിള്, അമ്മയുടെ ഒരു ഫ്രണ്ടാണ്. ഇത് ജയമാമൻ. ഇനി അങ്ങോട്ട് ഒരുപാട് റിലേറ്റീവ്സിനെ കാണാനുണ്ട്. എല്ലാരെ കുറിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കും. മുന്നിൽ നിന്ന് ഏകദേശം 5-മത്തെയോ 6-മത്തെയോ റോയിലാണ് ഞങ്ങൾ ഇരുന്നത്. സംഗീത് നൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ, ദാ ഇതാണ് ഉണ്ണിച്ചേട്ടൻ. ഇനി ഈ സെയിം റോയിൽ അങ്ങ് അറ്റം വരെ നമ്മളുടെ എല്ലാ റിലേറ്റീവ്സും തന്നെയാണ് ഇരിക്കുന്നത്. ഈ പോകുന്നയാളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഞാൻ പിന്നെ പറയാം. കല്യാണത്തിന് എത്തിയപ്പോൾ എനിക്ക് മിസ് ചെയ്തൊരു മുഖം ഉണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ അമ്മൂമ്മയുടെ ഏറ്റവും ഇളയ സിസ്റ്റർ ജമീല അമ്മൂമ്മ. വീഡിയോയിൽ ജമീല അമ്മൂമ്മ എന്ന് പറഞ്ഞെങ്കിലും ജമീല കുഞ്ഞമ്മ എന്ന് തന്നെയായിരുന്നു ഞങ്ങളും വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മയും കുഞ്ഞമ്മയും ഒക്കെ വിളിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം ഞങ്ങളും അതേ പേരായിരുന്നു വിളിച്ചിരുന്നത്.
എൻ്റെ മുഖത്തിനോട് ഏറെ സാമ്യമുള്ളത് ജമീല മൂമ്മയുടേതാന്ന് പലരും പറയാറുണ്ട്. ആബ്സെൻസ് ഈസ് ദ ബെസ്റ്റ് പ്രസൻസ് എന്നല്ലേ? ഡിയറസ്റ്റ് ജമീല കുഞ്ഞമ്മ, വി മിസ്ഡ് യു. അങ്ങനെ ഇവിടെ ഞാൻ കുറേ നേരം കൊണ്ട് നാദസ്വരം വായിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിലും നാദസ്വരം വായിക്കുന്നത് കാണുമ്പോൾ പണ്ടൊരിക്കല് ഒരു കല്യാണത്തിന് നാദസ്വരം വായിക്കുന്ന ആളുടെ മുമ്പിൽ പോയിട്ട് ഒരു കുറുമ്പിക്കുട്ടി ഏറ്റവും അടുത്ത് പോയി നിന്ന് കൊഞ്ഞനം കുത്തി കാണിച്ച ഒരു കഥ തത്തക്കുഞ്ഞമ്മ പറഞ്ഞ ഈ കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരാറ്. എന്തായാലും ഇവിടെയെങ്ങും അങ്ങനെ ഒരു കുറുമ്പിയെ കണ്ടില്ല. നാദസ്വരം വായിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാഗ്യമാണെന്ന് കരുതാം. ഇപ്പോൾ സമയം 12:07. ഇനി അധികം നേരമില്ല മുഹൂർത്തത്തിന്. ഗൗരി അങ്ങനെ നല്ല റെഡ് സാരിയൊക്കെ ഉടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെണ്ണിനെ സ്വീകരിച്ചിരുത്തുന്ന പരിപാടിയാണ്. ഒരു കോയിൻസിഡൻസ് ആണോ എന്നറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ നമുക്ക് സെയിം പ്രായത്തിൽ വരുന്ന അറ്റ്ലീസ്റ്റ് ഒരു കസിനെങ്കിലും ഉണ്ടാവും. അതെനിക്ക് മാത്രമല്ല, എൻ്റെ ചേട്ടനാണെങ്കിലും എൻ്റെ ബാക്കി കസിൻസിനാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ എൻ്റെ സെയിം പ്രായത്തിൽ വന്ന കസിനാണ് ഗൗരി. ഓരോ വർഷം കഴിയുമ്പോഴും കല്യാണങ്ങൾക്ക് വരുന്ന ഓരോ ഡിഫറൻസുകളെ ഒരു 50 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ഫോട്ടോഗ്രാഫിയുമൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാകുമായിരിക്കും അല്ലേ? ഞാനും ഉണ്ണിച്ചേട്ടനും കൂടെ ഇരുന്ന് ഈ ഒരു കാര്യത്തെക്കുറിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുകയായിരുന്നു ഈ സമയത്ത്. പണ്ടത്തെ വെഡ്ഡിങ് വീഡിയോഗ്രാഫിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോഗ്രാഫിയൊക്കെ അമ്മാതിരി ലെവലാണ്. ഒരു സിനിമ പോലെയല്ലേ വെഡ്ഡിങ് വീഡിയോസൊക്കെ എടുത്തു വെക്കുന്നത്. മാറ്റങ്ങളെന്നും അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാലഘട്ടത്തിനനുസരിച്ച് നമുക്കും ചേഞ്ച് ആവാൻ സാധിക്കണം. അതായത് ഫ്ലെക്സിബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റാന്നൊക്കെ പറയില്ലേ? ഫ്ലെക്സിബിൾ ആകാൻ പറ്റുമെങ്കിൽ നമ്മുടെ ലൈഫ് കുറേം കൂടെ ഈസി ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെയുള്ള റിജിഡ് പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമുക്കതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ ശ്രമിക്കാം. എൻ്റെ സൈക്കോളജി ക്ലാസ് ഞാനിവിടെ എടുക്കുന്നില്ല, ഇതൊരു കല്യാണ ഫംഗ്ഷൻ അല്ലേ അല്ലേ? അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനി അധികം വൈകാതെ തന്നെ കല്യാണം നമുക്ക് കാണാം. ലൈഫിൽ ഒരിക്കൽ മാത്രം നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ കല്യാണം. അതുകൊണ്ട് തന്നെ നമുക്കത് ഏറ്റവും നന്നായിട്ട് നടത്താനായിരിക്കും ആഗ്രഹവും. എൻ്റെ ഏട്ടൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷമാകുന്നു. കല്യാണ സമയത്ത് നമ്മൾ എത്രയൊക്കെ നല്ലതായിട്ട് വെക്കണം എന്ന് വിചാരിച്ചാലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിൽ ഫ്ലോപ്പ് ആവാറുണ്ട്. ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഇതിങ്ങനെ ആക്കാമായിരുന്നു എൻ്റെ കല്യാണത്തിന്, അതിങ്ങനെ ആക്കാമായിരുന്നു എൻ്റെ കല്യാണത്തിന്. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ച് വെറുതെ ആലോചിച്ച് ഉള്ള സമാധാനം കളയരുതെന്ന് എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറഞ്ഞു മനസ്സിലാക്കി. സ്റ്റേജ് ഡെക്കറേഷൻ എനിക്ക് നന്നേ ബോധിച്ചിരുന്നു. സ്റ്റേജിന്റെ ഭംഗി എനിക്ക് നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ നമ്മുടെ ക്യാമറമാൻമാർ എടുത്തിട്ടുണ്ടാകുമല്ലോ അല്ലേ? ഒരു യൂട്യൂബിന് വേണ്ട വ്ലോഗിന് ഇത്രയൊക്കെ മതിയായിരിക്കും അല്ലേ? അങ്ങനെ അങ്ങ് സമാധാനിക്കാം. അങ്ങനെ അവർ ഒരുമിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി മുന്നിലേക്കുള്ളൊരു ജീവിതം നല്ല ജീവിതമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു കാൻഡിഡ് പോസ് അവൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഈ ചേട്ടന്മാർ എടുത്തിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെയിം സമുദായത്തിന്റെ ആണെങ്കിലും മതത്തിന്റെ ആണെങ്കിലും ഓരോ നാട്ടിലും കല്യാണങ്ങൾ ഓരോ രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. കാണുന്ന ആൾക്കാർക്ക് മേ ബി അങ്ങനത്തെ ഡിഫറൻസുകൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇതിപ്പോൾ കല്യാണ ചെറുക്കൻ പുടവ കൊടുക്കുന്ന പരിപാടിയാണ്. ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് പെണ്ണിന്റെ വീട്ടുകാരെടുക്കുന്ന സാരി കൊടുത്ത കല്യാണവും അതിനുശേഷം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഒരു സെറ്റ് സാരിയും പിന്നീട് വേറൊരു കളർ സാരിയും കൂടി ഉണ്ടാവും. ഈ 2 സാരിയും നമ്മൾ ചെക്കന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തിനുള്ളിൽ മാറിയിട്ടുണ്ടാവും. ആകെ മൊത്തം 3 സാരികളാണ് ഒരു ദിവസം ഒരു പെണ്ണ് മാറുന്നത്. താലികെട്ട് കഴിഞ്ഞ പാടെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് പോവുകയാണ്. ആദ്യം എനിക്കിതെന്താന്ന് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് ചിന്ത വന്നത്, ഊണ് കഴിക്കാൻ പോകുന്ന പോക്കാണ്. ലൈഫ് ഓഫ് ജോസൂട്ടി സിനിമയാണ് എനിക്ക് ഈ ഒരു രംഗം കാണുമ്പോൾ ഓർമ്മ വരുന്നത്. പെണ്ണിന്റെ അടുത്ത ബന്ധുക്കളാകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ പോയി കഴിക്കാന്ന് കരുതി. പിന്നെ വിശപ്പും മെല്ലെ ആകുന്നുണ്ടായിരുന്നുള്ളൂ. ഗൗരിയുടെ അമ്മ, ഞാൻ അമ്പിളിയമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്പിളിയമ്മയും അമ്മയും സെയിം ബാച്ച്മേറ്റ്സ് ആയിരുന്നു. അവർ തമ്മിൽ ഒരു വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. ഇത് അവരുടെ സ്കൂൾ കൂട്ടായ്മയാണ്. 86 ബാച്ച്. നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അമ്മ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തതിനേക്കാളും ഒരുപക്ഷെ ഇവരുടെ എല്ലാവരുടെയും കൂടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. ഫോട്ടോ എടുക്കാനായിട്ട് അമ്മ ഇങ്ങനെ നിന്നത് കണ്ടതാണ്. പിന്നെ അമ്മയെ ഞങ്ങൾ കുറേ നേരത്തേക്ക് കണ്ടില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഊണ് കഴിക്കാൻ പോയ ടൈം ആയതുകൊണ്ട് സ്റ്റേജ് ഒഴിഞ്ഞു കിടന്ന സമയം ഞങ്ങൾ അമ്മയെ ഒരുപാട് നോക്കി, ഒരുപാട് വിളിച്ചു നോക്കി, ആളെ കിട്ടിയില്ല. പിന്നെ അമ്മ വന്നപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ വീണ്ടും നല്ല ക്യൂ ആയി. വരാൻ എന്തേ വൈകി എന്നുള്ള രീതിയിൽ ഉണ്ണിച്ചേട്ടൻ കുറേ ഫയർ ചെയ്തു. അപ്പൊ അമ്മ സ്ഥിരമായിട്ട് കുറേ ഒഴിവുകഴിവുകളൊക്കെ പറഞ്ഞ് അതിന് ഈസി ആയിട്ട് അങ്ങ് ഊരിപ്പോന്നു.
യൂണിവേഴ്സലായിട്ട് അമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോട്ടോ എടുത്ത് തിരിഞ്ഞപ്പോ അമ്മയുടെ ഒരു പഴയ കാല സുഹൃത്തിനെ കണ്ടു. ഞങ്ങളുടെ അമ്മ അറിഞ്ഞോണ്ട് വിമലയുടെ വീട്ടിന്റെ അപ്പുറത്തെ ഹരീഷ. ഒറ്റ നോട്ടത്തിൽ അമ്മൂമ്മ ആളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും പേര് പറഞ്ഞപ്പോ നല്ല ഓർമ്മ വർഷങ്ങൾ ഇത്രയും വന്നിട്ടുണ്ട്. കഴിഞ്ഞെങ്കിലും സ്നേഹത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല. ഏകദേശം ഒരു ലാസ്റ്റ് പന്തിയിലാണ് നമ്മൾ ഊണ് കഴിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിപ്സും ശർക്കര വരട്ടിയും ഇവിടെ ഇലയിൽ മിസ്സിംഗ് ആണ്. ഇലയിലെ ഓരോ കറികളും ക്ലാസ് റൂമിലെ ഓരോ കുട്ടികളെ പോലെയാണ്. എല്ലാരും ഒരേപോലെയല്ല, എല്ലാരും ഡിഫറൻ്റ് ആണ്. പക്ഷെ എല്ലാരും നമുക്ക് ഇമ്പോർട്ടന്റുമാണ്. ഉം, ഒറ്റ വാക്കിൽ പറഞ്ഞ നല്ല അടിപൊളി സദ്യ. സദ്യ കഴിഞ്ഞാ പിന്നൊരു ഉറക്കല്ലേ നമ്മുടെ പതിവ്. പക്ഷെ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റില്ല. 3 മണിക്കാണ് പെണ്ണിറങ്ങുന്നത്. പെണ്ണിറങ്ങിയതിന് ശേഷമല്ലേ നമുക്ക് പോകാൻ പറ്റൂ. കല്യാണ ചെക്കനും പെണ്ണും ഞങ്ങളുടെ ഒപ്പം ആ പന്തിയിൽ തന്നെയായിരുന്നു ഊണ് കഴിച്ചിരുന്നത്. ഞാൻ കുറച്ചു നേരം മുന്നേ പറഞ്ഞ ആ ഒരു അമ്മയുടെ ഫാമിലിയിലുള്ള ഒരു കോയിൻസിഡൻസ് ഇല്ലേ, അതിന് എക്സാമ്പിളാണ് ദേ ഈ വരുന്ന രണ്ടാൾക്കാരും. ഇവര് അമൽ ചേട്ടന്റെ അരുൺ ചേട്ടന്റെ മക്കളാണ്. ഇവരും സെയിം പ്രായത്തിലുള്ളവരാണ്. ഇവരുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, കീർത്തിവാവ. അവളും സെയിം പ്രായത്തിലുള്ളതാണ്. ഇത് എല്ലാ ഫാമിലിയിലും ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഫാമിലിയിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. 3:06-നാണ് പെണ്ണിറങ്ങുന്ന സമയം. സാരിയൊക്കെ ചേഞ്ച് ചെയ്ത് ഗൗരി അങ്ങനെ ഇറങ്ങുകയാണ്. 3 സാരിയിലും അവള് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയട്ടെ. ഒരു സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞ് വീട്ടുകാരോടൊക്കെ ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ലൈഫ് ആഫ്റ്റർ മാരേജും ലൈഫ് ബിഫോർ മാരേജും എത്രയൊക്കെ പറഞ്ഞാലും ഡിഫറൻസ് ഉള്ളത് തന്നെയാണ്. കല്യാണത്തിന് ശേഷം എനിക്ക് ഒരുപാട് ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ എനിക്കും എൻ്റെ കല്യാണത്തിന് മുന്നേ ഉള്ള ലൈഫ് മിസ് ചെയ്യാറുണ്ട്. നമ്മൾ രാവിലെ പറഞ്ഞ ആ തണ്ണിമത്തൻ്റെ കാര്യം പോലെയാണ് ഒരു കല്യാണവും. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഇതെന്തായാലും ശരിയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഈവനിങ് 5 മണിക്കാണ് റിസപ്ഷൻ ഫംഗ്ഷൻ. അതായത് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് അടുത്ത റിസപ്ഷൻ ഫംഗ്ഷൻ നടക്കുന്നത്. പെണ്ണും ചെറുക്കനും ഇറങ്ങിയതിന് പുറകെ തന്നെ നമ്മളും വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അമ്മൂമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അമ്മൂമ്മയുടെ വീടും കുഞ്ഞമ്മയുടെ വീടും അടുത്ത് തന്നെയാണ്. അമ്മൂമ്മയുടെ വീടെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ വീട് തന്നെയാണ് കേട്ടോ. എന്തായാലും വീട്ടിൽ പോയിട്ട് കുളിച്ച് റെഡിയായിട്ടൊക്കെ റിസപ്ഷന് വരാനാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ അതാ നമ്മുടെ പെണ്ണും ചെക്കനും ഒക്കെ ഇറങ്ങിയേക്കാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ സ്മൂത്ത് ആണെന്ന് തോന്നുന്നു. അധികം കരച്ചിലും പിഴിച്ചിലൊന്നുമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും ഞാനും അച്ഛനും ചേട്ടനും ഒക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു 6:30-ഓടെ നമ്മൾ റിസപ്ഷൻ എത്തിയിട്ടുണ്ട്. വന്നവരൊക്കെ ഏകദേശം അടുത്തുള്ളവരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി അവരെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അച്ഛനെയും അമ്മേനെയും ഉണ്ണിച്ചേട്ടനെയും റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കുകയും നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഈ മെറൂൺ കളറിലെ ചുരിദാർ ഇട്ടത് സുജി ആൻറ്റി, ഇത് സുജി ആൻറ്റിയുടെ മോള് പാറുക്കുട്ടി. ഇവര് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് പതുക്കെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്. ഫുഡിന്റെ കാര്യം വരുമ്പോൾ വ്ളോഗിന്റെ കാര്യം നമ്മൾ അങ്ങ് മറന്നു പോവുമല്ലോ. എല്ലാ ഫുഡും പതിവ് പോലെ എടുക്കാൻ പറ്റില്ല. രാവിലെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ ഈ ആളെ മനസ്സിലായോ? ഇങ്ങനെ കണ്ടാൽ ഒരുപക്ഷെ മനസ്സിലാകുമായിരിക്കും. ഇതാണ് നമ്മുടെ കുട്ടിരാമൻ. നമ്മളുടെ കുടുംബത്തിലെ ഒരു യങ് സെലിബ്രിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും മനസ്സിലായില്ലെങ്കിൽ കൊറോണ കാലത്ത് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ചിരിച്ചോണ്ട് പഠിക്ക് മോനെ എന്ന് പറയണം എന്ന് പറഞ്ഞ ആ കുട്ടിയാണിത്. ജമീല അമ്മുമ്മയുടെ കൊച്ചുമോനാണ് കുട്ടിരാമൻ. എൻ്റെ ഏറ്റവും ഇളയ അനിയന്മാരിൽ ഒരാളാണ് അവനും. രാവിലെ പറ്റിയ അബദ്ധം ഇത്തവണ പറ്റിയില്ല. ചെന്നപ്പോൾ നല്ല ഒഴിവുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇരിക്കുന്നതാണ് മിസ്റ്റർ ധർമാംഗതൻ, അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ. ആള് കുറച്ച് റിബലാണ്. എപ്പോഴും ഒന്നും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കിട്ടില്ല. ലളിത ജീവിതം സുന്ദര ജീവിതം എന്ന പോളിസി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ അപ്പൂപ്പൻ. അപ്പൂപ്പനെ കുറിച്ചുള്ള കഥയൊക്കെ പിന്നീട് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. ആ റെഡ് ഡ്രസ്സിട്ട് ഓടിപ്പോകുന്ന കുറുമ്പനാണ് നമ്മുടെ കുട്ടിരാമന്റെ അനിയൻ വസു. കുട്ടിരാമൻ ഇപ്പൊ സൈഡായി പോയൊരു വില്ലനാണ്. എന്നാൽ വസുവാണ് ഇപ്പത്തെ മെയിൻ വില്ലൻ. കുഞ്ഞുങ്ങളാകുമ്പോൾ കുറുമ്പൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കുന്നത്. ഏട്ടൻ അപ്പൂപ്പനെ അമ്മൂമ്മനെ കാറില് വീട്ടിലേക്കാക്കാൻ പോയേക്കാണ്. അതിനുശേഷം തിരിച്ചു വരുമ്പോൾ നമ്മളും നേരെ വീട്ടിലേക്ക് പോവാണ്. അതായത് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാനും ഏട്ടനും പോകുന്നത്. അച്ഛനും അമ്മയും ഉണ്ണിച്ചേട്ടനെയും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കണം. 8 മണിക്ക് ഇറങ്ങാൻ നിന്ന നമ്മൾ കുറച്ച് വൈകിയാണ് ഇറങ്ങിയത്.
എന്തായാലും കഷ്ടിച്ച് നമുക്ക് ട്രെയിൻ കിട്ടി. ഒട്ടും സമയമില്ലാത്ത സമയത്തും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ഞങ്ങളെ ഒന്ന് ഗൂഗിൾ ചേച്ചി തെറ്റിച്ചിരുന്നു. ഇതും കൂടെ ചേർത്ത് ഡിസംബറിൽ ഈ വർഷത്തെ ബെസ്റ്റ് കൺവിൻസിംഗ് അവാർഡ് ഞാൻ ഗൂഗിൾ ചേച്ചിക്ക് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അച്ഛനെ അമ്മേനെ ഉണ്ണിച്ചേട്ടനെയൊക്കെ നമ്മൾ ട്രെയിൻ കയറ്റി യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കുറേ നാളുകൂടി എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല ഇപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ ഒരു ചെറിയ വിഷമവും ബാക്കിയാക്കിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. വീട്ടിൽ ദേ എല്ലാവരും നമ്മളെ കാത്തിരിക്കുകയാണ്. അവരോട് ഇനി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കട്ടെ. നമ്മുടെ വിശേഷങ്ങൾ പതിവ് പോലെ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ.